നാം തന്നെയാണ് പ്രപഞ്ചം. പ്രപഞ്ചത്തിലെ ഓരോ കണവും നാമായിരിക്കും. നാം തന്നെയാണ് സൂര്യൻ, നാം തന്നെയാണ് ചന്ദ്രൻ. നക്ഷത്രങ്ങളും നാം തന്നെ, സമസ്ത ഗ്രഹങ്ങളും നാം തന്നെ. ആ സൂര്യനേക്കാൾ അതിപുരാതനമാണ് നാം. ഏതെങ്കിലും വൃക്ഷത്തിലെ പൂമുട്ടിനേക്കാൾ നവീനമായത്. നാം തന്നെയാണ് സമസ്ത മനുഷ്യകുലവും. സ്വർഗവും നരകവും ഏന്തിയിരിക്കുന്ന മഹാശക്തിയും നാം തന്നെ. നാം തന്നെയാണ് ഈ ദുര്യോധനൻ. ഈ അർജുനനും നാം തന്നെയാണ് പാർത്ത. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മത്തിന് വിനാശം സംഭവിക്കുമ്പോഴെല്ലാം, അധർമ്മം വർദ്ധിച്ചു വരുന്ന സമയങ്ങളിലെല്ലാം ഈ പ്രപഞ്ചത്തിലെ സത്പുരുഷന്മാരുടെ ഉന്നതിക്ക് വേണ്ടി, അധർമ്മികളുടെ വിനാശത്തിനു വേണ്ടിയും ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടിയും നാം വീണ്ടും ജന്മമെടുക്കുന്നതായിരിക്കും. ഇത് ഓരോ യുഗത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഇനി ഭാവിയിലും ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കും. നാം തന്നെയാണ് വിനാശമില്ലാത്ത പരമാത്മാവ്. നാം തന്നെയായിരുന്നു മത്സ്യാവതാരം. വാമനാവതാരം എടുത്തതും നാം തന്നെയായിരുന്നു. നാം പരശുരാമനായിരുന്നു. രാമചന്ദ്രനായും നാം അവതാരമെടുത്തിരുന്നു. നാം തന്നെയാണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ. നാം തന്നെയാണ് സരസ്വതിയും ലക്ഷ്മിയും ഭദ്രകാളിയുമെല്ലാം. നാം പുരുഷനുമല്ല, ഒരു സ്ത്രീയുമല്ല, നപുംസകവുമാകുന്നില്ല. നാം ഒരു ശരീരവുമല്ല, ശരീരഭാഗങ്ങളുമല്ല. നാം ജ്ഞാനമാണ്, സൃഷ്ടിയാണ്, ചൈതന്യമാണ്. നാം പരബ്രഹ്മവും നാം തന്നെ. നാം സമസ്തവുമാണ്. എന്നാൽ നാം ഒന്നും തന്നെയല്ല. എല്ലാ യുഗത്തിലും ഇപ്രകാരം സംഭവിച്ചിരുന്നു. ഇനി ഭാവിയിലും ഇത് തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. നിനക്ക് ആത്മജ്ഞാനം പ്രാപ്തമാകുന്ന സമയത്ത് പാർത്ഥ, നീയും സ്വയം നാമാണെന്ന വസ്തുത മനസ്സിലാക്കും. അപ്പോൾ നീയും നമ്മെപ്പോലെ തന്നെ സ്വയം പരമാത്മാവിന്റെ രൂപമാണെന്ന് തിരിച്ചറിയുന്നതാണ്.